നമസ്കാരം. സോഷ്യൽ മീഡിയ യുഗത്തിൻ്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദമെടുത്ത ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു എന്നതാണ്. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാർ ബ്ലോഗർമാരായും മുതിർന്ന മാധ്യമപ്രവർത്തകരായും ഒക്കെ അവരുടെ അല്പജ്ഞാനം വിളമ്പുമ്പോൾ കുരുടൻ ആനയെ കണ്ടതുപോലെ കുഴപ്പത്തിലാകുന്നത് സാധാരണ മനുഷ്യരാണ്. ഒരാൾ ആധികാരികമായി പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന സാധാരണ മനുഷ്യർ ഇത്തരം വാട്സാപ്പ് ശാസ്ത്രജ്ഞന്മാരുടെ തെറ്റായ വിവരങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. അത്തരമൊരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ കണ്ടുപിടുത്തമായിരുന്നു NHS പിരിച്ചുവിട്ടു എന്ന തരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ പരന്നത്. NHS എന്നാൽ നാഷണൽ ഹെൽത്ത് സർവീസ് ആണ്. ബ്രിട്ടനിലെ ആരോഗ്യ സംവിധാനത്തെയാണ് NHS എന്ന് വിളിക്കുന്നത്. ഏതാണ്ട് 15 ലക്ഷം ജീവനക്കാരുള്ള, ഏതാണ്ട് 4 ലക്ഷത്തോളം നേഴ്സുമാർ മാത്രം പണിയെടുക്കുന്ന ആ നേഴ്സുമാരിൽ നല്ലൊരു പങ്കും മലയാളികളായ NHS പിരിച്ചുവിട്ടു എന്ന വാർത്ത സ്വാഭാവികമായും സാധാരണ മനുഷ്യർക്കിടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കും. UK നേഴ്സുമാർക്കോ UK ജീവിക്കുന്നവർക്കോ ഒരു പാനിക്കും ഉണ്ടാവില്ല. കാരണം അവർക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. എന്നാൽ UK താമസിക്കുന്ന മലയാളികളെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്ത് മറ്റ് രാജ്യങ്ങളുണ്ട്. അവരൊക്കെ പാനിക്കായി. കാരണം ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ താനാണ് ജേർണലിസം കണ്ടുപിടിച്ചത്. വാജ്പേയി മുതൽ മോദി വരെയുള്ളവർ തന്നെ കാണുമ്പോൾ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിക്കും. തനിക്ക് ഡിഗ്രി ഇല്ലെങ്കിലും തന്നേക്കാൾ പണ്ഡിതനായ മറ്റൊരു മാധ്യമ പ്രവർത്തകനെ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ കേരളം കണ്ടിട്ടില്ല എന്നൊക്കെ നിരന്തരം തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അയാൾ തന്നെ പറയുന്നുണ്ട് അയാൾ ഡിഗ്രി പാസ്സായിട്ടില്ല, പത്രം വായിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല ശബ്ദമാണ്, ആധികാരികമായി പക്ഷം ചേർന്ന് സംസാരിക്കാൻ അറിയാം, കടുത്ത വർഗീയവാദിയാണ്. അതുകൊണ്ട് തന്നെ അയാളാണ് ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. ഇത്തരക്കാരൊക്കെ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുമായി രംഗത്തിറങ്ങിയതോടെ സാധാരണ മനുഷ്യർ ആശങ്കാകുലരായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? NHS പിരിച്ചുവിട്ടു, ആയിരക്കണക്കിന് മലയാളികളടക്കമുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞത് എന്ത് പശ്ചാത്തലത്തിലാണ്? സാധാരണ മനുഷ്യർക്ക് വേണ്ടി വിലയിരുത്താം. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയെ റീസ്ട്രക്ചർ ചെയ്തുണ്ടാക്കിയതാണ് NHS അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ്. NHS സംവിധാനത്തിന് കീഴിലാണ് ഇവിടുത്തെ ചികിത്സകൾ പോകുന്നത്. ആശുപത്രികളും GP പ്രാക്ടീസുകളും, GP എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും ബ്രിട്ടനിൽ താമസിക്കുന്ന, നിയമപരമായി താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരനാകണമെന്നില്ല. സ്റ്റുഡന്റ് വിസയിൽ എത്തിയവരാണെങ്കിൽ കൂടി അവർ GPയിൽ പേര് രജിസ്റ്റർ ചെയ്യണം. അതായത് ജനറൽ പ്രാക്ടീസ്. ഈ GP ആണ് ഒരാളുടെ പ്രാഥമികമായ ചികിത്സ ഒരുക്കി കൊടുക്കുന്നത്. GPയുടെ റെഫറൻസോട് കൂടിയാണ് ആശുപത്രി ചികിത്സയ്ക്ക് പോവേണ്ടത്. ഈ GP സർവീസും ആശുപത്രി സർവീസും സൗജന്യമാണ്. എന്ന് വെച്ചാൽ 1 രൂപ പോലും ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ട. എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപ ചികിത്സയ്ക്ക് ആവശ്യമാണെങ്കിലും ഈ സൗജന്യം കൊടുക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന സകലരുടെയും ശമ്പളത്തിൽ നിന്ന് ടാക്സിനൊപ്പം NI അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് എന്ന പേരിൽ ഒരു നിശ്ചിത തുക പിടിച്ചിട്ട് അതിൽ നിന്നാണ് ടാക്സ് ആയും നാഷണൽ ഇൻഷുറൻസ് ആയും കൊടുക്കുന്ന തുക. പണ്ടൊക്കെ എല്ലാവർക്കും ഇത് ബാധകമായിരുന്നു. ഇപ്പോൾ ഹെൽത്ത് സർവീസിൽ ഒഴികെ മറ്റു മേഖലകളിലേക്ക് ഇവിടെ വിസ എടുക്കുന്നവർ NHSന് ഒരു സർചാർജ് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 1200 പൗണ്ട് ആ വർഷം തോന്നുന്നു. ആ സർചാർജും NHSനുള്ളതാണ്. അങ്ങനെ കൊടുത്താൽ സൗജന്യ ചികിത്സ. ഇതാണ് NHS. ഞാൻ പറഞ്ഞു ഏതാണ്ട് 15 ലക്ഷം ജീവനക്കാരുണ്ട്, ഏതാണ്ട് 4 ലക്ഷം, 3.25 ലക്ഷത്തിലധികം നേഴ്സുമാർ തന്നെയുണ്ട്, ഡോക്ടർമാരുണ്ട്. ഇതാണ് NHS. ഇതൊരിക്കലും പിരിച്ചുവിടാൻ കഴിയില്ല. ഇവിടെ ഒരിക്കലും ജീവനക്കാരെ ഒഴിവാക്കാൻ കഴിയില്ല. ആ പ്രോസസ്സ് മുമ്പോട്ട് പോകും. NHSന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2012 ചില മാറ്റങ്ങൾ വരുത്തി ഡേവിഡ് കാമറൂണിന്റെ കാലത്ത്. അതനുസരിച്ച് ഒരു കോങ്കോ എന്നാണ് പറയുന്നത്. അതായത് ഏതാണ്ട് ഒരു സ്വയം ഭരണ അവകാശമുള്ള സ്ഥാപനമായി NHSനെ മാറ്റി. അതുകൊണ്ട് സർക്കാരിന് പണം കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക്, നയപരമായ കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് NHSൽ കാര്യമായി ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി. അതുകൊണ്ട് NHS ഒരു വെള്ളാനയായി മാറി. അതായത് NHS ഇംഗ്ലണ്ട് എന്ന പേരിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, NHS സ്കോട്ട്ലൻഡ് എന്ന പേരിൽ ഒരെണ്ണമുണ്ട്, NHS വെയിൽസ് എന്ന പേരിൽ ഒരെണ്ണമുണ്ട്. കൂടാതെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇത് ഏതാണ്ട് NHS പോലെ തന്നെയാണ് അറിയപ്പെടുന്നത്, അങ്ങനെയാണ്. പക്ഷെ NHS എന്നല്ല അതിന്റെ പേര്. അങ്ങനെ സ്വതന്ത്രമായ 4 ഓർഗനൈസേഷൻ രൂപപ്പെടുന്നു. ഈ 4 ഓർഗനൈസേഷനുമാണ് NHSന്റെ കീഴിലുള്ള സ്വതന്ത്ര ട്രസ്റ്റുകളെ മാനേജ് ചെയ്യുന്നത്. NHSന്റെ കീഴിലെ ആശുപത്രികൾ പ്രാദേശികമായി 1, 2 അല്ലെങ്കിൽ അതിലധികമോ ആശുപത്രികൾ ഒരുമിച്ച് ട്രസ്റ്റ് ഉണ്ടാക്കും. സ്വതന്ത്ര ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് അതിന്റെ മാനേജ്മെന്റ് നടത്തുന്നത്. ഉദാഹരണത്തിന് ഏറ്റവും വലിയ ട്രസ്റ്റുകളിൽ ഒന്നാണ് ലണ്ടനിലെ സെന്റ് തോമസ് ആശുപത്രി ഉൾപ്പെടുന്ന ട്രസ്റ്റ്. ആ ട്രസ്റ്റിന്റെ പേര് ഗെയ്സ് ആൻഡ് സെന്റ് തോമസ് NHS ട്രസ്റ്റ് എന്നാണ്. ഇതുപോലെ 1000-ലധികം ട്രസ്റ്റുകളുണ്ട്. എല്ലാ ട്രസ്റ്റുകൾക്കും ഒരു CEO ഉണ്ടാവും. കൂടാതെ അനേകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ടാവും. എല്ലാ മേഖലയ്ക്കും, നേഴ്സിനും ഡോക്ടർമാർക്കും
അഡ്മിനിസ്ട്രേഷനും ഒക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണ്. അവിടെ താഴേക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഒരു വെള്ളാന സ്ട്രക്ചറാണ്, താഴേക്ക് ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. അങ്ങനെ ഈ ട്രസ്റ്റാണ് ആശുപത്രി സ്വതന്ത്രമായി മാനേജ് ചെയ്യുന്നത്. ഒന്നിലധികം, മിക്കപ്പോഴും 2 ആശുപത്രികളാണ്. ഇപ്പോൾ പ്രിൻസസ് റോയലും റോയൽ ഷൂസ്ബറിയും 2 ഹോസ്പിറ്റലാണ് മിഡ്ലാൻഡ്സിലുള്ള ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ളത്. ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഗെയ്സ് ആൻഡ് സെന്റ് തോമസ് ട്രസ്റ്റിന്റെ കീഴിൽ 4 ഹോസ്പിറ്റലുണ്ട്. ഗെയ്സ് ഹോസ്പിറ്റലുണ്ട്, സെന്റ് തോമസ് ഹോസ്പിറ്റലുണ്ട്, ഹെയർഫീൽഡ് ബ്രോംപ്ടൺ ഹോസ്പിറ്റലുണ്ട്, എവ്ലീന ലണ്ടൻ ചിൽഡ്രൻ ഹോസ്പിറ്റൽ. ഈ 4 ഹോസ്പിറ്റലും ഈ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ളതാണ്. ഇതുപോലെയാണ് ഒട്ടുമിക്ക ട്രസ്റ്റുകൾ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്ന് കേംബ്രിഡ്ജിലെ ആദം ബ്രൂക്സ് ആണ്. കേംബ്രിഡ്ജ് NHS ട്രസ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ ആദം ബ്രൂക്സും ഉണ്ട്, റോസ് ഹോസ്പിറ്റലും. ഇത്തരത്തിൽ നിരവധി സ്വതന്ത്ര ട്രസ്റ്റുകളാണ് ആശുപത്രികൾ നടത്തുന്നത്. ഈ ട്രസ്റ്റുകളെ മാനേജ് ചെയ്യുന്നത്, അതായത് ഇതിന്റെ മുകളിലുള്ള ഒരു വെള്ളാനയാണ് വാസ്തവത്തിൽ NHS ഇംഗ്ലണ്ടും NHS സ്കോട്ട്ലൻഡും NHS വെയിൽസും ഒക്കെ. അതിൽ NHS ഇംഗ്ലണ്ടിനെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അല്ലാതെ NHS സ്കോട്ട്ലൻഡിനെയോ NHS വെയിൽസിനെയോ നോർത്തേൺ അയർലൻഡിലെ NHS സിസ്റ്റത്തെയോ ഒന്നും ഇടപെട്ടിട്ടില്ല. ഈ NHS ഇംഗ്ലണ്ട് പിരിച്ചുവിട്ടാൽ അതിനർത്ഥം NHS പിരിച്ചുവിട്ടെന്നല്ല. NHS ട്രസ്റ്റുകളുടെ കീഴിൽ അങ്ങനെ തന്നെ പോകും. ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ടെന്ന് മാത്രമല്ല NHSന്റെ അധികമായ ബാധ്യതയില്ലാതായി തീരും. ഇപ്പോൾ കീർ സ്റ്റാർമർ സർക്കാർ ശ്രമിക്കുന്നത് ഒരു വെള്ളാനെ അങ്ങ് ഒഴിവാക്കുന്നു. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ, ഇതാണ് അവരുടെ ഒരു സംവിധാനം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ നേരിട്ട് 3500 ജോലിക്കാർ അവിടെയുണ്ട്. അതിന് കൂടിയാണ് NHS ഇംഗ്ലണ്ട് എന്ന പേരിൽ ഏതാണ്ട് 17,000 ജോലിക്കാരുള്ളത്. അവരെ അങ്ങ് കംപ്ലീറ്റ് പിരിച്ചുവിടുന്നു. ഈ 3500 കുറച്ചു പേരെ കൂടി എടുക്കേണ്ടി വരും ഇവിടെ നിന്ന്. ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പ് നേരിട്ട് ആശുപത്രികളെ മാനേജ് ചെയ്ത് ഇടയിലുള്ള ഒരു വെള്ളാനെ പിരിച്ചുവിടുന്നു. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഈ വെള്ളാന് ചെയ്യുന്ന ഉപദ്രവം ചില്ലറയൊന്നുമല്ല. അവിടെ ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്, എല്ലാവരും മാനേജർമാരാണ്. ഈ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇവർക്കാണ് കൊടുക്കുന്നത്. കാരണം ഇവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് ഫണ്ട് കൊടുക്കണം, എത്ര ഫണ്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി പണം കൊടുക്കും, NI കോൺട്രിബ്യൂഷനിൽ പണം കൊടുക്കും, അല്ലാതെ പലതരത്തിൽ പണം കൊടുക്കും. ഈ പണമൊക്കെ NHS ഇംഗ്ലണ്ടിലേക്കും സ്കോട്ട്ലൻഡിലേക്കും വെയിൽസിലേക്കും പോയിട്ട് അവരാണ് ഓരോ NHS ട്രസ്റ്റിനും വീതിച്ചു കൊടുക്കുന്നത്. ഇതൊരു വെള്ളാനയാണ്. ഇവരെ പേടിച്ച് വേണം ഈ NHS ട്രസ്റ്റുകൾക്ക് പ്രവർത്തിക്കാൻ. ഇവർ വെള്ളാനയായി വലിയ ശമ്പളം കൈപ്പറ്റി മുമ്പോട്ട് പോകുന്നു. മാത്രമല്ല, ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ഒരു 4-5 കൊല്ലം നമ്മുടെ നാട്ടിൽ വലിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടന്നിരുന്നു. NHSനെ നേഴ്സുമാരുടെ എണ്ണം കുറവാണ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വലിയ തോതിൽ NHSകാർ നാട്ടിലേക്ക് വരുന്നു. എന്നിട്ട് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകും. നമുക്കൊക്കെ അറിയാം, മലയാളികൾ ഒരുപാട് പേർ വന്നു. ഇതിന്റെ പിന്നിലെ തട്ടിപ്പ് നോക്കണം. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? ഈ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഈ വെള്ളാനയിലെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്നതും വരുന്നതും. ഒപ്പം NHS ട്രസ്റ്റിൽ നിന്നും ആളെ കൊണ്ടുവരും. എന്നിട്ട് ഇവര് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോവുക. കേരളത്തിലേക്ക് എത്തും, ബാംഗ്ലൂരിലേക്ക് പോകും, ഡൽഹിക്ക് പോകും, ഫിലിപ്പൈൻസിന് പോകും, നൈജീരിയയ്ക്ക് പോകും, ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകും. അവിടെ വലിയ അത്യാഡംബര സൗകര്യത്തിൽ പഞ്ചനക്ഷത്രയിൽ താമസിക്കും. ഈ ചെലവ് മുഴുവൻ NHSന്റെയാണ്. ഈ പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കേണ്ട പണമാണ് ഇവർ ദൂർത്തടിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവരവിടെ വന്ന് ആഘോഷപൂർവ്വം താമസിച്ച് ഏതെങ്കിലും ഒരു ഏജൻസിയുമായി ടൈപ്പ് ഉണ്ടാക്കും. മലയാളികളുടെ ഒരുപാട് ഏജൻസികൾ അവരൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഏജൻസികളെ കൂട്ടിയാണ് വരുന്നത്. എന്നിട്ട് ഈ ഏജൻസികളെ അവിടെ പരസ്യം കൊടുക്കും, പബ്ലിസിറ്റി കൊടുക്കും. നേഴ്സുമാർ അവിടേക്ക് വരും, അവരെ റിക്രൂട്ട് ചെയ്യും. ഈ റിക്രൂട്ട് ചെയ്ത് നേഴ്സുമാരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് 3 മാസത്തെ താമസം കൊടുക്കും, വിമാന ടിക്കറ്റ് കൊടുക്കും, ഇവരുടെ എല്ലാ ചെലവുകളും ട്രസ്റ്റ് ഏറ്റെടുക്കും. ഇവരല്ല, NHS ഇംഗ്ലണ്ട് അല്ല, ഈ ട്രസ്റ്റ് ഏറ്റെടുക്കും. എന്ന് മാത്രമല്ല, ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത ഓരോ നേഴ്സിനും ഒരു നിശ്ചിത തുക, 3000 മുതൽ 6000 പൗണ്ട് വരെയാണെന്ന് പറയുന്ന അറിയില്ല, നിശ്ചിത തുക ഈ ഏജൻസിക്ക് കൊടുക്കും. ഇതാണ് ഇവരുടെ സിസ്റ്റം. വാസ്തവത്തിൽ എന്തൊരു അനാവശ്യമായ കാര്യമായിരുന്നു. ഇവർക്ക് ഇവിടെ ആവശ്യത്തിന് നേഴ്സുമാരെ വേണമെങ്കിൽ ഇവർ ഏജൻസി ഏൽപ്പിച്ചാൽ മതി, ഏജൻസി കൊണ്ടുവരും. ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ഇത് വേണ്ട, നേരിട്ട് വിളിച്ചാൽ പോരെ. അവിടെ നിന്ന് ആൾക്കാർ വരില്ലേ? അല്ലെങ്കിൽ ട്രസ്റ്റ് അവിടെ പോയിട്ട് റിക്രൂട്ട് ചെയ്താൽ പോരെ. 1 രൂപയെങ്കിലും നേഴ്സുമാർക്ക് കൊടുക്കേണ്ടതുണ്ടോ? അവർക്ക് വിമാന ടിക്കറ്റ് കൊടുക്കേണ്ടതുണ്ടോ? താമസം ഒന്നും കൊടുക്കേണ്ടതില്ല. അല്ലാതെ തന്നെ 1 രൂപ മുടക്കില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വഴിയുണ്ട്. അതിന്റെയും ആവശ്യമില്ല. ഇപ്പോൾ ബോധം വെച്ചിട്ടുണ്ട് സർക്കാർ, ലേബർ സർക്കാർ ചില പരിഷ്കാരങ്ങൾ ബോധപൂർവ്വം നടത്തുന്നുണ്ട്. അതിലൊന്ന് ഈ പറയുന്ന നൂലാമാലകൾ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. വളരെ ഫലപ്രദമായ സംവിധാനമാണ്. അതായത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്ക് നേഴ്സിംഗ് കോഴ്സിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എടുക്കാൻ അനുമതി കൊടുത്തു. നേരത്തെ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എടുക്കാൻ കഴിയുമായിരുന്നില്ല നേഴ്സിംഗ് കോഴ്സുകൾക്ക്. അവിടെ പഠിച്ച നേഴ്സുമാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ സിസ്റ്റമേ അറിയുള്ളൂ, ഇവിടുത്തെ സിസ്റ്റം അറിയില്ല. മാത്രമല്ല, ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ പഠിച്ച് പേരിന് മാത്രം പഠിച്ച് നല്ല യോഗ്യത ഇല്ലാത്തവർ പോലും വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടെ വന്ന് നേഴ്സായി ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇംഗ്ലീഷും അറിയില്ല. ഇവരിപ്പോൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾക്ക് പഠിപ്പിക്കാം. 3 വർഷം കൊണ്ട് BSc നേഴ്സിംഗ്. ഒരു വർഷത്തെ ഫീസ് 15,000 പൗണ്ടാണ്, 15 ലക്ഷം രൂപയാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നേഴ്സിംഗ് പഠിക്കാം, യോഗ്യതയുള്ളവർക്ക്. ഈ 3 കൊല്ലം നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ 2 കൊല്ലം ജോലി കണ്ടെത്താൻ വേണ്ടി ഇവർക്ക് നിൽക്കാം. 1. 2, ഈ പഠനം പൂർത്തിയായാൽ NHSൽ ജോലി ചെയ്യാനുള്ള ലൈസൻസ്, പിൻ നമ്പർ കൊടുക്കും. നേരത്തെ ഒരുപാട് പരീക്ഷകൾ IELTS എഴുതണം, OET എഴുതണം, CBT എഴുതണം, ഒരുപാട് ആ ചടങ്ങുകളൊന്നുമില്ല. നാട്ടിൽ 4 കൊല്ലം കൊണ്ട് BSc നേഴ്സിംഗ് പാസ്സാവേണ്ട അടുത്ത് ഇവിടെ 3 കൊല്ലം കൊണ്ട് BSc നേഴ്സിംഗ് പാസ്സാവാം. പാസ്സായി കഴിഞ്ഞാൽ
ഇവിടെ പിൻ നമ്പർ എന്ന ലൈസൻസ് കിട്ടും, ജോലി കിട്ടുമ്പോൾ ജോലിക്ക് കയറാം. അതുകൊണ്ടുള്ള ഗുണം രണ്ടാണ്. ഒന്ന്, യൂണിവേഴ്സിറ്റികൾ രക്ഷപ്പെടും. കാരണം അവർക്ക് ഇഷ്ടം പോലെ വിദ്യാർത്ഥികളെ നഴ്സിംഗ് പരിശീലനം കൊടുക്കാം. ഇത് ഏതാണ്ട് 50 ലക്ഷം രൂപ വരെ യൂണിവേഴ്സിറ്റിക്ക് കിട്ടും. 2, 3 കൊല്ലം കൊണ്ട് UK നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവരെ പിന്നെ പ്രത്യേകിച്ച് പരിശീലനം കൊടുക്കേണ്ട കാര്യമില്ല. മികച്ച നഴ്സുമാരായിരിക്കും. കാരണം ഇവിടെയാണ് ജോലി ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, 1 രൂപ പോലും മുടക്കണ്ട, ഒരു അക്കോമഡേഷനും കൊടുക്കണ്ട, ഒരു താമസവും കൊടുക്കണ്ട, ഒരു ഫീസും കൊടുക്കണ്ട, ഒരു കമ്മീഷനും കൊടുക്കണ്ട. ഇത് ഇപ്പൊ കൊണ്ടുവന്നു. ഇത് നേരത്തെ കൊണ്ടുവരാമായിരുന്നു, കൊണ്ടുവന്നില്ല. പകരം നാട്ടിൽ പോയി നഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് എല്ലാ സൗകര്യവും കൊടുത്ത് ഏജന്റുമാർക്ക് കാശും കൊടുത്തു. ആ സിസ്റ്റം വേണ്ടെന്ന് വെച്ചു. ഇപ്പോഴിതാ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഇവിടെ വരുന്ന കുട്ടികൾക്ക് നഷ്ടമില്ല. അന്ന് ഏജന്റുമാർക്ക് 10-25 ലക്ഷം രൂപ കൊടുത്താണ് പലരും ഇവിടെ വരുന്നത്. രക്ഷപ്പെടുന്ന ഉറപ്പില്ല. ഇവിടെ 3 കൊല്ലം കൊണ്ട് BSc നഴ്സിംഗ് പാസ്സാവാം, ഇവിടെ ജോലിയും കിട്ടുന്ന സാഹചര്യമുണ്ട്. നേരത്തെ സിസ്റ്റത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇവിടെ ഈ ലക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടുവരുന്ന നഴ്സുമാർ അവർക്ക് വലിയ ആത്മാർത്ഥതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അവർക്ക് 3 മാസം താമസം കിട്ടി, വിമാന ടിക്കറ്റ് കിട്ടി, അവരടുത്ത അവസരം നോക്കിക്കിട്ട് അമേരിക്കയിലോ ജർമ്മനിയിലോ എന്തിനേറെ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ കിട്ടുമ്പോൾ അവർ പോകും. ആയിരക്കണക്കിന് നഴ്സുമാർ ഇവിടെ കൊണ്ടുവന്ന് 6 മാസം പോലും തികയ്ക്കാതെ അവർ പോയിട്ടുണ്ട്. ഇതെല്ലാം കോടിക്കണക്കിന് രൂപ പാഴാക്കി ചെയ്തിരുന്നത് NHS ഇംഗ്ലണ്ടാണ്. ഒരു അനാവശ്യമായ ഒരു വെള്ളാന. ഈ വെള്ളാനയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഈ വെള്ളാന ഇല്ലാതാകുന്നു. പകരം NHSന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നു, കാശ് മുടക്കുന്ന സർക്കാർ ഏറ്റെടുക്കുന്നു. ഒരുപാട് പരിഷ്കാരങ്ങൾ, പുതിയൊരു പരിഷ്കാരം കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ വളരെ അഭിമാനം തോന്നി എനിക്കത് കേട്ടപ്പോൾ. നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, കോവിഡിന് ശേഷം ഇവിടെ തൊഴിൽ ക്ഷാമം വന്നപ്പോൾ ധാരാളം പേർ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഇവിടെ വന്നിരുന്നു. ഒരു നേഴ്സിംഗ് പഠിക്കാത്തവർ, നമ്മുടെ നാട്ടിൽ പേരെ നടന്നിരുന്ന എന്തെങ്കിലുമൊക്കെ ഡിഗ്രി ഉള്ളവർ, ഡിഗ്രി ഇല്ലാത്തവരൊക്കെ ഇവിടെ വന്ന് കെയറായി വർക്ക് പെർമിറ്റ് എടുത്തു. കെയറായി പണ്ട് നേഴ്സുമാർക്ക് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ, അത്ര ക്ഷാമമായിരുന്നു. അവർക്ക് ഇവിടെ ഉണ്ട്. അവരിൽ പലരുടെയും വിസ ആദ്യം ഒരു 3 വർഷത്തേക്കാണ് വിസ കൊടുക്കുന്നത്. ഈ 3 വർഷം കഴിയുമ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം 10 ലക്ഷവും 15 ലക്ഷവും ഏജന്റുമാർക്ക് കൊടുത്താണ് വർക്ക് പെർമിറ്റ് എടുത്ത് ഇവിടെ പണി ചെയ്യുന്നത്. സ്റ്റുഡന്റ് വിസയിൽ വന്നവരാണ് മിക്കവരും. അപ്പൊ ഈ പണമൊക്കെ കിട്ടി, 3 കൊല്ലത്തേക്ക് വിസ കിട്ടി, ഏജന്റുമാർക്ക് കിട്ടാനുള്ളത് കിട്ടി. ഇവർക്കാണെങ്കിൽ നഷ്ടമില്ല. 15 ലക്ഷം കൊടുത്താൽ അതിനിരട്ടി അവർ കാശുണ്ടാക്കി. ഈ പലരുടെയും വിസ പുതുക്കുന്നുണ്ടായിരുന്നില്ല. ഈ 3 കൊല്ലത്തെ കാലാവധി കഴിയുമ്പോൾ വിസ പുതുക്കുന്നില്ല. കാരണം ഏജൻസി കാശ് മേടിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ നേഴ്സിംഗ് ഹോമുകൾ കൊണ്ടുവന്നത്. ഈ നേഴ്സിംഗ് ഹോമുകൾ പലതും മലയാളികൾ തന്നെയാണ് നടത്തുന്നത്. അവർക്കും ലാഭക്കച്ചവടമാണ്. അവിടെ ഒരു ശമ്പളം കൊടുത്ത ആളെ വെക്കേണ്ട സാഹചര്യമില്ല. അങ്ങനെ പലരും തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്ന് കഴിഞ്ഞ ആഴ്ച ഏപ്രിൽ 6-ാം തീയതി നടപ്പിലാവും. ആ നിയമം അനുസരിച്ച് UK ഇനി കെയറർമാരെ കൊണ്ടുവരണമെങ്കിൽ അതിനു മുമ്പ് കൊണ്ടുവരുന്നവർ ഇവിടെ കെയറർ വിസയിൽ വന്നിട്ട് വിസ കാലാവധി കഴിയാറായി സ്പോൺസേഴ്സിനെ തേടുന്നവരുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണമെന്ന് നിയമം കൊണ്ടുവന്നു. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്ന് 3 കൊല്ലം വിസ കിട്ടി കെയററായി പണിയെടുക്കുന്നവർക്ക് വിസ പുതുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇനി മാറും. ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം, നഴ്സിംഗ് ഹോമുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകളെ കൊണ്ടുവരുന്ന നല്ലത്. കാരണം അവരോടും 10-15 ലക്ഷം രൂപ മേടിക്കാം. എന്നാൽ സർക്കാർ അത് നിരോധിച്ചു. ഇവിടെയുള്ളവരെ പരീക്ഷിച്ചു, ഇവിടെ ആളെ കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയൂ. അത് നാട്ടിൽ നിന്ന് ആളുകൾ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാകും. ഇവിടെ വന്ന് പെട്ടുപോയവർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാഹചര്യം. ഇത്തരത്തിൽ പ്രായോഗികമായ പല കാര്യങ്ങളും ഈ സർക്കാർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന വെള്ളാനയെ പിരിച്ചുവിട്ടത്. ഈ വെള്ളാനയെ പിരിച്ചുവിട്ടാൽ NHS ഇല്ലാതാവുന്നില്ല, ഇവിടെ ആർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നില്ല, NHS മെച്ചപ്പെടും, കൂടുതൽ തൊഴിലവസരം ഉണ്ടാവും. കാരണം NHSനെ ചികിത്സയ്ക്ക് വേണ്ടിയും ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടിയും ഉപയോഗിക്കേണ്ട ശമ്പളം വെറുതെ വെള്ളാനയ്ക്ക് കൊടുക്കുന്നത് ഇല്ലാതായിത്തീരും. ഇത്തരം വെള്ളാനകൾ ലോകത്തിന്റെ ഒരു വലിയ തലവേദനയാണ്. അത് ഇവിടെയുമുണ്ട്. ആ വെള്ളാനെ ഇല്ലാതാക്കിയതാണ് ഇവിടുത്തെ സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകർ. ലോകത്തെ ഏറ്റവും വലിയ മഹാനാണ് എന്ന് അവകാശപ്പെടുന്നവരൊക്കെ NHS പിരിച്ചുവിട്ടുന്ന വിവരക്കേട്, ഇത്തരം വിവരക്കേടുകൾ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. വർഗീയത മാത്രം മുതലാക്കി മഹാനാണ് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അത്തരക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ബ്രിട്ടനിലെത്തിയ ഒരുപാട് പേർ വേറെയും തൊഴിൽ മാർഗം എന്ന നിലയിൽ വ്ളോഗർമാരായി വിവരക്കേടുകൾ വിളിച്ചു പറയുന്നുണ്ട്. ദയവായി ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. ബ്രിട്ടീഷ് സർക്കാർ എടുത്തിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കമാണ്. ആ നീക്കം NHS ട്രസ്റ്റുകളെയും ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും കെയറർമാരെയും ഒക്കെ സഹായിക്കാനുള്ളതാണ്. സർവോപരി ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ, നികുതിദായകരായ NHSന് NI കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന, ടാക്സ് കൊടുക്കുന്ന നികുതിദായകരായ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള തീരുമാനമാണ്.